പാകിസ്ഥാനിൽ വീണ്ടും സൈനിക അട്ടിമറിയോ? അസീം മുനീറിന്റെ അധികാരമോഹമാണ് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുന്നതെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. പാക് പ്രസിഡന്റ് ആസിഫ് അലി സർദാരിയും അതുപോലെ അസീം മുനീറും തമ്മിൽ കടുത്ത ഭിന്നതയാണ് നിലനിൽക്കുന്നത്. ആയതിനാൽ തന്നെ ഏത് സമയം വേണമെങ്കിലും ഒരു അട്ടിമറിക്കുള്ള സാധ്യതയാണ് ഇപ്പോൾ പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അസീം മുനീർ പ്രസിഡന്റ് പദവിയിലേക്ക് നോട്ടമിട്ടിട്ടുണ്ടെന്നും ആയതിനാൽ തന്നെ സർദാരിയെ അധികം വൈകാതെ തന്നെ പ്രസിഡന്റ് കസാരയിൽ നിന്നും ചവിട്ടി പുറത്താക്കാനാണ് ശ്രമം നടക്കുന്നതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. വൈകാതെ തന്നെ ആ കസാരയിൽ കയറി ഇരിക്കാനുള്ള കുടില തന്ത്രങ്ങൾ മെനയുകയാണ് അസീം മുനീർ. കഴിഞ്ഞ ആഴ്ചയിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനൊപ്പം തന്നെ വിരുന്നുണ്ണാൻ പോയതിന് പിന്നിലും ഇതേ തന്ത്രം തന്നെയാണ് എന്നും വിലയിരുത്തുന്നു. തനിക്ക് അവിടെ കൂടുതൽ സ്വാധീനം, അതായത് പാകിസ്ഥാനിൽ കൂടുതൽ സ്വാധീനമുള്ള നേതാവാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിരുന്നു യാത്ര. അതുപോലെ ഇന്ത്യയുടെ മുട്ടാൻ നിന്നാൽ ഇനി മുതൽ ഇപ്പോൾ പാകിസ്ഥാന്റെ കണ്ടകശനി തുടങ്ങിയെന്നതായിരുന്നു മറ്റൊരു വസ്തുത. സിവിലിയൻ ഭരണകൂടവും സൈനിക നേതൃത്വവും തമ്മിലുള്ള സംഘർഷം പാരമ്യത്തിൽ എത്തിയതോടെയാണ് ഇപ്പോൾ പാക് മാധ്യമങ്ങൾ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. അട്ടിമറി സാധ്യത ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട ഊഹാപോഹങ്ങൾ വളരെ ശക്തമായി തന്നെ ഉയർന്നു കേൾക്കുന്നു. 2024 മാർച്ചിൽ രണ്ടാമതും അധികാരമേറ്റ സർദാരി ആകട്ടെ സൈന്യത്തിന് അസ്വസ്ഥമാകുന്ന തരത്തിൽ ഭരണഘടനാപരമായ അധികാരം സ്ഥാപിക്കുന്നുണ്ടേ എന്നും വ്യക്തമാക്കുന്നു. അതുപോലെ റബ്ബർ സ്റ്റാമ്പായി നിർമ്മിക്കാൻ സർദാരി തയ്യാറല്ല എന്നും സൈനിക കാര്യങ്ങളിൽ പോലും ഇടപെടുന്നുണ്ട് എന്നും മണി കൺട്രോൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സർദാരിയുടെ മകനും പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി മേധാവിയുമായ ബിലാവൽ ഭൂട്ടോ സർദാരി നടത്തിയ ഒരു പ്രസ്താവനയും സൈന്യത്തെ ചൊടിപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഭീകരനായ ആഫീസ് സായിദിനെയും അതുപോലെ തന്നെ മസൂദ് അസറിനെയും ഒക്കെ ഇന്ത്യക്ക് കൈമാറാമെന്ന് ബിലാവൽ ഭൂട്ടോ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു. ഇത് സൈന്യത്തെയും അതുപോലെ തന്നെ ജിഹാദി ഗ്രൂപ്പുകളെയും വലിയ രീതിയിലാണ് ചൊടിപ്പിച്ചിരിക്കുന്നത്. 1958, 1977, 1999 വർഷങ്ങളിൽ നേരിട്ടുള്ള സൈനിക അട്ടിമറികൾക്ക് പാകിസ്ഥാൻ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. 1999 പർവേസ് മുഷറഫ് പ്രധാനമന്ത്രി നവാസ് ഷെരീഫിനെ പുറത്താക്കിയതായാണ് അവസാന സൈനിക അട്ടിമറി വന്നത്. 1977 ജനറൽ സിയാഉൽ ഹഖ് പ്രധാനമന്ത്രി സുൽഫിക്കർ അലി ഭൂട്ടോയെ, അതായത് ആസിഫ് അലി സർദാരിയുടെ ഭാര്യാപിതാവ്, സ്ഥാനഭ്രഷ്ടാക്കിക്കൊണ്ട് പട്ടാള നിയമം ഏർപ്പെടുത്തുകയായിരുന്നു. ISI മേധാവിയായിരുന്ന അസീം മുനീർ 2022 നവംബറിലാണ് കരസേനാ മേധാവി പദവിയിലേക്ക് എത്തുന്നത്. അടുത്തിടെ അസീം മുനീറിനെ ഫീൽഡ് മാർഷൽ പദവിയിൽ ഒരു പദവി നൽകി ഉയർത്തുകയും ചെയ്തിരുന്നു. അന്താരാഷ്ട്ര തലത്തിൽ പാക് മാധ്യമങ്ങളെക്കാളും പ്രസിഡന്റിനേക്കാളും സ്വാധീനം മുനീറിന് തന്നെയാണ്. അതുപോലെ തന്നെ പൊതു തിരഞ്ഞെടുപ്പ് നേരത്തെ നടത്തിക്കൊണ്ട് സൈന്യത്തിന്റെ വാക്കുകൾ അക്ഷരം പ്രതി അനുസരിക്കുന്ന ഒരു പാവ പോലെ സർക്കാരിനെ കൊണ്ടുവരാൻ അസീം മുനീർ നീക്കം തുടങ്ങിയെന്ന ഊഹാപോഹങ്ങളാണ് ഇപ്പോൾ ശക്തമായി തന്നെ ഉയർന്നു കേൾക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.